ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനായി കൊടുത്തിരിക്കുന്ന വാഹനം 52ഓളം വാഹനങ്ങൾ കൊടുത്തിട്ടുള്ള അതിന് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനത്തിന് ഫ്ലാഗ് ഓഫ് ചെയ്ത മന്ത്രിയുടെ പേരിൽ ആദ്യം FIR രജിസ്റ്റർ ചെയ്ത് നിയമ നടപടികൾ സ്വീകരിക്കണം. കാരണം എൻ്റെ പേര് ബോസ്കോ കളമശ്ശേരി എന്നാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിയമലംഘനത്തെ കൃത്യമായി ചോദ്യം ചെയ്തിരിക്കും. നീ ആദ്യം നിൻ്റെ പേപ്പർ ശരിയാക്കി കൊണ്ടുപോയി എന്നിട്ട് നീ എനിക്ക് പെറ്റിയടിച്ച് ഉണ്ടാക്കിയാൽ മതിയെന്ന് ഞാൻ പച്ച മലയാളത്തിൽ ഞാൻ ഉദ്യോഗസ്ഥൻ്റെ മുഖത്ത് നോക്കി പറയും. അതിനി ആരായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. അതിനി എൻ്റെ തലപ്പത്തിരിക്കുന്ന DGP ആയാലും കൊള്ളാം, മോട്ടോർ വെഹിക്കിളിൻ്റെ കമ്മീഷണർ ആയാലും കൊള്ളാം, ഞാൻ പോടാ പുല്ലേ എന്ന് തന്നെ പറയും. ആദ്യം നീ പോയി നിയമലംഘനം നീ കറക്റ്റ് ചെയ്തിട്ട് വാ, എന്നിട്ട് നീ എനിക്ക് പെറ്റിയടിക്കാനായിട്ട് വരാൻ പറയും. അതെൻ്റെ ശൈലിയാണ്. ഇപ്പോൾ റോഡിലൂടെ ഓടിക്കുന്ന സാധാരണക്കാരൻ മാത്രം നിയമം പാലിച്ചാൽ മതി എന്ന് പറയുന്ന ശൈലി അങ്ങ് പൂഞ്ഞാറിൽ പോയി പറഞ്ഞാൽ മതി. അയാൾ ചിലപ്പോൾ കേൾക്കും, PC ജോർജ്. ഞാൻ കേൾക്കില്ല. നമസ്കാരം, ഞാൻ ബോസ്കോ കളമശ്ശേരി. എൻ്റെ ഈ വണ്ടി ഞാൻ റോഡിലൂടെ ഓടിക്കുമ്പോൾ നിയമലംഘനം നടത്തിയാൽ പിടിക്കാൻ ബാധ്യതയുള്ളവരാണ് പോലീസും MVD ഉദ്യോഗസ്ഥരും എല്ലാം. കാരണം ഞാൻ നിയമലംഘനം നടത്തി എന്നുള്ളത് കൊണ്ടായിരിക്കും എനിക്കൊരു പേഴ അടിക്കുക അല്ലെങ്കിൽ പെറ്റിയടിക്കുക ഒക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ നിയമലംഘനം നടത്തിയത് എന്തായിരിക്കും? ചിലപ്പോൾ ഞാൻ റാഷ് ഡ്രൈവിംഗ് ആയിരിക്കും നടത്തിയിട്ടുണ്ടാവുക, ചിലപ്പോൾ എൻ്റെ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലാതെയായിരിക്കും ഞാൻ റോഡിൽ ഇറക്കിയിട്ടുണ്ടാവുക, ചിലപ്പോൾ ഞാൻ പൊല്യൂഷൻ ഇല്ലാതെയായിരിക്കും വണ്ടി ഓടിക്കുക, ചിലപ്പോൾ ഞാൻ റോഡിൽ ടാക്സ് അടയ്ക്കാതെ ആയിരിക്കും വണ്ടി ഓടിക്കുക. അപ്പോൾ അതിനൊക്കെ പിഴ അടിക്കാനായിട്ട് ഇവിടെ സംവിധാനങ്ങളുണ്ട്. ആ പിഴ പരിശോധിക്കാൻ, റോഡിൽ വാഹനങ്ങൾ പരിശോധിക്കാൻ ബാധ്യതയുള്ള 2 ഡിപ്പാർട്ട്മെൻറ്റുകളാണ്, ഒന്ന് പോലീസും ഒന്ന് MVD ഉദ്യോഗസ്ഥനും. അതിൽ MVD ഉദ്യോഗസ്ഥൻ കൃത്യമായി ഈ പറയുന്ന പെറ്റിയടിച്ച് വാഹനങ്ങളുടെ ലൈസൻസ് കട്ട് ചെയ്യാനുള്ള അധികാരമെല്ലാം കൊടുത്തിരിക്കുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഞാൻ റോഡിൽ പെറ്റി അടച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ റോഡിൽ നിയമലംഘനം നടത്തിയാൽ, അല്ലെങ്കിൽ എൻ്റെ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലാതെ ഞാൻ വണ്ടി റോഡിലൂടെ ഓടിച്ച് പെറ്റി അടിക്കണമെങ്കിൽ എനിക്ക് പെറ്റി അടിക്കുന്ന ആൾ ആ നിയമലംഘനം നടത്താതിരിക്കണ്ടേ? വേണോ? ഇല്ലെങ്കിൽ ഞാൻ പോടാ പുല്ലേന്ന് പറയും. നീ ആദ്യം നിൻ്റെ പേപ്പർ ശരിയാക്കി കൊണ്ടുപോയി എന്നിട്ട് നീ എനിക്ക് പെറ്റിയടിച്ച് ഉണ്ടാക്കിയാൽ മതിയെന്ന് ഞാൻ പച്ച മലയാളത്തിൽ ഞാൻ ഉദ്യോഗസ്ഥൻ്റെ മുഖത്ത് നോക്കി പറയും. അതിനി ആരായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. അതിനി എൻ്റെ തലപ്പത്തിരിക്കുന്ന DGP ആയാലും കൊള്ളാം, മോട്ടോർ വെഹിക്കിളിൻ്റെ കമ്മീഷണർ ആയാലും കൊള്ളാം, ഞാൻ പോടാ പുല്ലേ എന്ന് തന്നെ പറയും. ആദ്യം നീ പോയി നിയമലംഘനം നീ കറക്റ്റ് ചെയ്തിട്ട് വാ, എന്നിട്ട് നീ എനിക്ക് പെറ്റിയടിക്കാനായിട്ട് വരാൻ പറയും. അതെൻ്റെ ശൈലിയാണ്. അത് തന്നെയാണ് ഇപ്പോഴും ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുന്നത്. ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനായി കൊടുത്തിരിക്കുന്ന വാഹനം 52ഓളം വാഹനങ്ങൾ കൊടുത്തിട്ടുള്ള അതിന് ഇൻഷുറൻസ് ഇല്ല. അപ്പോൾ എങ്ങനെ ശരിയാകും? ഇവരാണോ എന്നെ പെറ്റിയടിക്കാൻ പിടിക്കാൻ വരുന്നത്? ഇവരാണോ എന്നെ പെറ്റി പിടിക്കേണ്ടത്? ഇവരാണോ പൊതുഖജനാവ് നിറയ്ക്കാൻ വരേണ്ടത്? ഞാൻ പോടാ പുല്ലേന്ന് എന്നെ മുഖത്ത് നോക്കി പറയും. കാരണം അതെൻ്റെ ശൈലിയാണ്. ആദ്യം നീ നിയമലംഘനം പഠിച്ചിട്ട് വാ, അല്ലെങ്കിൽ നീ നിയമലംഘനങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് നീ എനിക്ക് പെറ്റിയടിച്ചാൽ മതിയെന്നേ. അല്ലെങ്കിൽ നീ വല്ല ഓട്ടോറിക്ഷയൊക്കെ നടന്നോ വന്ന് പെറ്റിയടിച്ചോ, ഞാൻ നിങ്ങളെ ഒന്നും പറയില്ല. പക്ഷെ പെറ്റിയടിക്കാൻ വരുമ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് ആദ്യം പെറ്റിയടിക്കണം. അല്ലാതെ ഞാൻ അടയ്ക്കുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ വിചാരിക്കേണ്ട. ഞാൻ അടയ്ക്കില്ല, ഞാനതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യും. മിനിമം എനിക്ക് മുന്നിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ ശരിയായിരിക്കണം. അല്ലാതെ നിങ്ങൾക്ക് തോന്നണ പോലെ നിങ്ങൾ ചെയ്താൽ ഞാൻ അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിനി എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. കേരളത്തിന് പ്രത്യേകതയൊന്നുമില്ല, അല്ലെങ്കിൽ കേരളം പുതിയൊരു രാജ്യവും അല്ല. അപ്പോൾ സ്വാഭാവികമായി ഈ പറയുന്ന നിയമലംഘനത്തെ ഞാൻ ചോദ്യം ചെയ്തിരിക്കും. അതിനകത്ത് നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ടെന്നേ. കാരണം എൻ്റെ പേര് ബോസ്കോ കളമശ്ശേരി എന്നാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിയമലംഘനത്തെ കൃത്യമായി ചോദ്യം ചെയ്തിരിക്കും.
ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്, മന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് നിയമലംഘനം പഠിപ്പിക്കാനാ? നിങ്ങൾ നിയമം ലംഘിച്ചോളൂ. ഇപ്പോൾ റോഡിലൂടെ ഓടിക്കുന്ന സാധാരണക്കാരൻ മാത്രം നിയമം പാലിച്ചാൽ മതി എന്ന് പറയുന്ന ശൈലി അങ്ങ് പൂഞ്ഞാറിൽ പോയി പറഞ്ഞാൽ മതി. അയാൾ ചിലപ്പോൾ കേൾക്കും, PC ജോർജ്. ഞാൻ കേൾക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ കിടന്ന് കുറേ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ അംഗീകരിക്കില്ല എന്നേ. കൃത്യമായി റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കമ്മിറ്റിയിൽ വരുന്ന ഉദ്യോഗസ്ഥനാണ് ഈ പറയുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അടക്കമുള്ള എല്ലാവരും. ഇവിടെ U-ടേൺ കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരു പ്രോപ്പറായി ഒരു റോഡിന് വീതിയില്ലാത്ത ഒരു സ്ഥലത്ത് U-ടേൺ കൊടുത്താൽ എന്ത് സംഭവിക്കും? ഗതാഗതക്കുരുക്ക് കൂടുകയല്ലാണ്ട് ഗതാഗതക്കുരുക്ക് ഒരിക്കലും കുറയില്ല. ഇത്രയും വിവരമില്ലാത്ത മണ്ടന്മാരായ ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അത്യാധുനിക സജ്ജീകരണങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വിവരവും വിദ്യാഭ്യാസവും ഇല്ലായ്മയല്ല പ്രശ്നം. ഇവർക്കൊന്നും കൃത്യമായി പണിയെടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. വെയിൽ കൊണ്ടാൽ കറുത്തു പോകും, സ്ത്രീധനം കുറഞ്ഞു പോകും എന്ന് ചിന്തിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഇപ്പം നിലവിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പണിയെടുക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ സംഭവിക്കും. അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, എൻ്റെ വണ്ടികൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ വണ്ടിക്ക് പിഴയടിക്കുന്ന ഉദ്യോഗസ്ഥൻ ആദ്യം നിയമങ്ങൾ പഠിക്കണം. ആ ഉദ്യോഗസ്ഥർ ഓടിക്കുന്ന വാഹനങ്ങൾക്ക് കൃത്യമായി പൊല്യൂഷൻ ഉണ്ടോ, ഇതുണ്ടോ, മറ്റതുണ്ടോ, മറിച്ചതുണ്ടോ എന്നൊക്കെ ആദ്യം പരിശോധിക്കണം. അല്ലാതെ വെറുതെ കടന്ന് ബബ്ബ അടിച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ വെറുതെ വന്ന് പെറ്റിയടിച്ചിട്ടോ ഞാൻ എന്ത് നിയമലംഘനം നടത്തിയാലും നിങ്ങൾ നിയമലംഘനം പാലിച്ചിട്ട് വാ, എന്നിട്ട് നിങ്ങൾ എനിക്ക് പെറ്റിയടിച്ചോ. അല്ലെങ്കിൽ നിങ്ങൾ നടന്നു വന്നോ, കാക്കനാടെന്നോ ആലുവയെന്നോ അങ്ങനെ പലയിടത്തായിട്ട് ഉള്ള RT ഓഫീസുകളിൽ നിങ്ങൾ നടന്നു വന്ന് റോഡിൽ നിന്ന് പണിയെടുത്തോ, ഞാൻ അംഗീകരിക്കും, ഞാൻ പെറ്റിയടിക്കും അല്ലെങ്കിൽ പെറ്റി അടയ്ക്കും. അല്ലാതെ നിങ്ങൾ നിയമം ലംഘിച്ച് വരുന്ന വണ്ടിക്ക് ഈ പറയുന്ന പെറ്റി അടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ റോഡിൽ നിന്ന് പൊതുഖജനാവ് നിറയ്ക്കാൻ വരുന്ന വണ്ടികൾക്ക് ഞാൻ പെറ്റി അടയ്ക്കാൻ ഞാൻ തയ്യാറായിരിക്കില്ല, ആവുകയുമില്ല. അതെൻ്റെ ശൈലിയാണെന്നേ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിയമം ലംഘിക്കാതെ നിങ്ങൾ നിയമം പാലിച്ച് പൊതുജനത്തിന് മാതൃകയാവണം. എന്നിട്ട് നിങ്ങൾ വരൂ, ഞാൻ പെറ്റി അടച്ചു തരും. അല്ലാതെ അതിന് ഇപ്പം ഞാനിത് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് പണ്ട് നിങ്ങൾ എയർപോർട്ടിൽ വേഗപരിധി ഇല്ലാത്ത ലിമിറ്റിൽ വെച്ചിട്ട് എനിക്ക് 70 കിലോമീറ്ററിന് മേളിൽ വണ്ടി ഓടിയെന്നും പറഞ്ഞ് പെറ്റി അടിച്ച ആ ഉടായ്പം കൊണ്ടൊന്നും എൻ്റെ അടുത്ത് വരണ്ട. ഞാൻ എന്താണ് എന്നൊക്കെ ഉള്ളത് അത്യാവശ്യം എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ കുടുംബം വരെ ഞാൻ എടുത്തുകൊണ്ട് പോകും. അതെൻ്റെ ശൈലിയാണ്. അതിനകത്ത് എനിക്കൊരു മാറ്റവും ഇല്ലാന്നേ. അതിനുള്ളതൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട്. ഈ പറയുന്ന എൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താനുള്ള നിയമമൊക്കെ ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്. അതിന് എനിക്കൊരു നിയമവിദഗ്ധൻ്റെയും ആവശ്യമില്ല. അല്ലെങ്കിൽ ഞാൻ നടത്തുന്ന നിയമ പോരാട്ടങ്ങളിൽ ഇന്ന് വരെ ഞാനൊരു നിയമവിദഗ്ധൻ്റെ സഹായത്തോടെയല്ല ഞാൻ എൻ്റെ കേസുകൾ നടത്തി പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിയമം പാലിച്ചിട്ട് വന്നിട്ട് എനിക്ക് നിയമം ഉണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ സാധാരണക്കാരന് നിയമം ഉണ്ടാക്കിയാൽ മതി. എന്തായാലും ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനത്തിന് ഫ്ലാഗ് ഓഫ് ചെയ്ത മന്ത്രിയുടെ പേരിൽ ആദ്യം FIR രജിസ്റ്റർ ചെയ്ത് നിയമ നടപടികൾ സ്വീകരിക്കണം. ഇല്ല എന്നേ നിങ്ങൾ പേപ്പർ എടുത്ത് നോക്കൂ. ആ 52 വാഹനത്തിന് ഫ്ലാഗ് ഓഫ് ചെയ്ത വണ്ടിക്ക് ഇൻഷുറൻസ് എവിടെയെന്ന് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ മതി. അതോ KSRTCക്ക് പറയുന്ന പോലെ ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ് ആശാന്, അതുകൊണ്ട് നിങ്ങൾക്കത് ബാധകമല്ല എന്നൊന്നും പറയണ്ട. വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ ഇൻഷുറൻസിൻ്റെ അവിടെ NA എന്നല്ല S എന്ന് എഴുതണം. അതിൻ്റെ വാലിഡിറ്റി എഴുതണം. വേണ്ടേ? ഇപ്പം എൻ്റെ വണ്ടി പരിശോധിക്കുമ്പോൾ നിങ്ങളത് കാണുമല്ലോ, അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു സാധാരണക്കാരൻ്റെ വണ്ടി പരിശോധിക്കുമ്പോൾ നിങ്ങളത് കാണുമല്ലോ. എന്തുകൊണ്ട് ഇവർക്ക് വണ്ടിക്ക് മാത്രം ഇൻഷുറൻസ് വേണ്ടാത്തത്? ഇതിനൊരു റീസണേ ഉള്ളൂ. ആ റീസൺ എന്താണ്? വണ്ടി തട്ടി ആളെ തട്ടിയാലും കുഴപ്പമില്ല, അവിടെ പോയി നിങ്ങൾ കോടതിയിൽ പോയി കേസ് പറഞ്ഞു. എന്നെ തട്ടി എന്നെ കൊന്നു കഴിയുമ്പോൾ ഞാൻ ഡെഡ് ബോഡി ആയിട്ട് വന്നിട്ട് എൻ്റെ കേസാണ് ഞാൻ സ്വയം നടത്തിക്കോളാം എന്ന് പറയാൻ പറ്റുമല്ലോ? പറ്റുമോ?
അവനൊരിക്കലും കേസ് നടത്താൻ പറ്റത്തില്ല. ആ ആത്മവിശ്വാസമാണ് നിങ്ങളെ ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത്. അത് പറ്റില്ല, എനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഇതിനകത്ത് ആ ഉദ്യോഗസ്ഥൻ ആരും പരാതി കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ തന്നെ മുണ്ട് മടക്കി കുത്തി പരാതി കൊടുക്കേണ്ടി വരും എന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.